ഒരാളുടെ അടുത്ത് 10 രൂപ ചോദിച്ച് മേടിക്കില്ല. പറഞ്ഞ് മനസ്സിലായി സാറേ. 15 ദിവസം ഇതാണെങ്കിലും ഈ ലോറി ഡ്രൈവർമാർ പോത്തുണ്ടി പരിസരത്ത് അവൻ്റെ കൂടെ ഓടിയവർ ഒരാളും 10 റുപ്യ അവൻ വെള്ളമില്ലാതെ കിടന്നാലും 1 കുപ്പി വെള്ളത്തിന് കാശ് അല്ലെങ്കിൽ ചായ നമ്മളൊക്കെ ചോദിക്കും. ഒരു 10 റുപ്യ നമുക്ക് കൂടെ പണിയെടുക്കുന്നവരാകുമ്പോൾ ഒരു 10 റുപ്യ ചോദിക്കും. അവൻ ചോദിക്കില്ല. അങ്ങനെയുള്ള വ്യക്തിയാണ്. എല്ലാ ഡ്രൈവർമാർക്കും അറിയാം. ഈ പ്രദേശത്തേക്ക് വരില്ല സാറേ, വിഡ്ഢികളാക്കുകയാണ് നമ്മൾ. ഈ ആരോ എന്തിനും നിഴല് കണ്ടു പറഞ്ഞിട്ട് നമ്മൾ വന്നു ഇവിടെയൊക്കെ തെരഞ്ഞ് വിഡ്ഢി ഞാൻ വരില്ല എന്ന് അരുൺകുമാർ നമ്മളിപ്പോൾ കേട്ടത്. ഭിന്നാഭിപ്രായങ്ങളും വരുന്നുണ്ട് തെരച്ചിലുമായി ബന്ധപ്പെട്ടത്. ചെന്താമരയല്ല എന്ന പ്രതികരണങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ആളുകൾ പറയുന്നത് ചെന്താമര തന്നെയാണെന്നുള്ളതാണ്. വീട്ടമ്മമാരൊക്കെ തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ചു. അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ഒരാളെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങളിൽ ചെന്താമരയ്ക്ക് രൂപസാദൃശ്യമുള്ളൊരു വ്യക്തിയാണെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിനെ കണ്ടപ്പോൾ ആ വ്യക്തി ഓടുന്നത് പക്ഷെ കുട്ടികളെ കണ്ടതോടെ ഓടി മറഞ്ഞുന്ന കുട്ടികൾ കണ്ടു, ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു, സ്ത്രീകളിൽ ചിലർ കണ്ടു. അപ്പോൾ ആ ഓടിയ ആളെവിടെ? ഇക്ബാലിലേക്ക് കൂടി ഞാനൊന്ന് പോയി വരാം. ഇക്ബാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇനി ആ ഓടിയാൾ ചെന്താമര അല്ലെങ്കിൽ ആ ഓടിപ്പോയ ആളെങ്കിലും കണ്ടെത്തണമല്ലോ. അയാളെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് അത്ഭുതകരമായിരിക്കുന്നു. ഇക്ബാൽ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ പോലീസ് ഒരു റൗണ്ട് തെരച്ചിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ സ്ഥലം അയാൾക്ക് പരിചയമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇയാളെ തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഇയാൾ ഇവിടെ വരാനുള്ള സാധ്യതയില്ലെന്ന് പറയുമ്പോഴും ഇയാൾ കഴിഞ്ഞ തവണയും ഇതേപോലെ നെല്ലിയാമ്പതി മലമടക്കുകളിൽ പതിയിരുന്ന് 4-ാം ദിവസമാണ് സ്വന്തം വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് പോകാൻ വരുന്നത്. ആ സമയത്താണ് പോലീസ് ഇയാളെ പിടികൂടുന്നത് 5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ സമാനമായ രീതിയിൽ ഇയാൾ എത്താനുള്ള സാധ്യതയുണ്ട്. സഹോദരിയുടെ വീട് ഈ കരിമ്പാറ പ്രദേശത്താണ്. പക്ഷേ ഓടിയാൾ ഇനി ചെന്താമര അല്ലെങ്കിൽ പോലും അയാളെ പോലും കിട്ടിയിട്ടില്ലല്ലോ. അരുൺ, അതായത് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിന് സമീപത്തുള്ള കരിമ്പാറയിലുള്ളത് ചെന്താമരയുടെ സഹോദരിയാണ്. കരിമ്പാറയിലെ സഹോദരി കരിമ്പാറയിലുണ്ട്, നെല്ലിക്കാട് മേഖലയിലാണ്. ആരാണ് ചെന്താമരയുടെ ഒരു മാമന്റെ ബന്ധു. എനിക്ക് അതിന്റെ കറക്റ്റായിട്ടുള്ള വരാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും വരാൻ ചാൻസില്ല. ഒരിക്കലും സാധ്യതയില്ല. പുള്ളി 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ആരും ഭക്ഷണം കൊടുക്കൂല. ആർക്കും മറ്റേ ഭക്ഷണം കിട്ടാത്ത ആ ഒരു അലഞ്ഞു നടക്കുന്ന വ്യക്തിയാണ്. ഈ ദൂരം വരാനുള്ള ഒരു സാധ്യതയില്ല ഇവിടെ. തീർച്ചയായും നടന്നു വരാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല. ഭക്ഷണം ഇല്ലാണ്ട് ഒരാൾക്ക് ഒരു ദിവസം കഴിയാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളെ വശവശം കഴിക്കാതിരിക്കുന്ന ആൾ ഇത്ര പെട്ടെന്ന് ഓടി മറയാനും എത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും. ഞങ്ങളുടെ ദേശക്കാരാണ് അവൻ. ചെന്താമര അമ്പടിക്ക് വരില്ല ഒരിക്കലും. 2 കിലോമീറ്റർ അല്ലേ. അതുപോലെ ഒരാൾ 10 രൂപ ചോദിക്കാത്ത ഒരു വ്യക്തിയാണ്. ഒരു ബീഡിക്ക് പോലും 10 രൂപ ആരോടും ചോദിക്കാത്ത സ്വയം ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വ്യക്തി ചെന്താമര. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ ഭാഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല. നമ്മുടെ ആ ഭാഗത്ത് ആ ചെന്താമരൻ്റെ ആ വീട്ടിൻ്റെ പ്രദേശത്ത് തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത. അവിടെ തന്നെ ഒളിച്ചിരിക്കാനുള്ള ജീവനോട് ഉണ്ടെങ്കിൽ പുള്ളി ആ ഭാഗത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഇവിടേക്ക് വരില്ല. ഇവിടെ ഒരാളെ കണ്ടു എന്ന് പോലീസ് ഇതെല്ലാം തെറ്റായ നിഗമനമാണോ? തെറ്റായെന്നല്ല, ഒരു സംശയത്തിൻ്റെ പേരിലാണ് സംഭവം. പോലീസുകാർ വന്നിട്ട് കണ്ടിരുന്നുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു പോകമറ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത പണിയാണത്, അല്ലാണ്ട് ഒരിക്കലും അല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ ഇങ്ങനെ ഒരു വിവരം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധന തുടരാൻ തന്നെയാണ് നാട്ടുകാരുടെയും പോലീസിൻ്റെയും എല്ലാം തീരുമാനം. ഇപ്പോഴും പോലീസ് സേന ഇവിടെ തുടരുന്നുണ്ട്. പോലീസ് സംഘം ഇവിടെ തന്നെ വിന്യസിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് തന്നെ ചെന്താമര തിരികെ എത്താനുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പോലീസ് സംഘം ഇവിടെ തന്നെ തുടരുന്നു.